ചരിത്രത്തിൽ പുരാതന കാലം മുതൽ കെട്ടിയാടുന്ന വ്യത്യസ്ത തരം കലാരൂപങ്ങളുണ്ട്. പരമ്പരാഗതമായി നിലനിന്നു പോന്നവയും ആചാര അനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഇന്നും നിലനിർത്തിപ്പോരുന്നവയും ഇവയിൽപ്പെടുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശപരമായും സാംസ്കാരികപരമായും കലാരൂപങ്ങൾ വേറിട്ടു നിൽക്കുന്നു. ഇത്തരത്തിൽ ഏറെ വൈവിധ്യം വിളിച്ചോതുകയാണ് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ഗോത്രകലകൾ. എന്നാൽ ഇത്തരം ഗോത്രകലകളെ വീണ്ടും പരിപോഷിപ്പിച്ചുകൊണ്ട് കലകളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാം കുടുംബശ്രീയുടെ തദ്ദേശീയ കലാരൂപ സംരംഭ പദ്ധതിയായ ജനകൽസയിലൂടെ. അപൂർവമായി മാത്രം കാണുന്ന ഗോത്ര കലാരൂപങ്ങളായ കൊക്കമാന്തിക്കളിയും ഗുഡിമനയും എരുതുകളിയും ജനകൽസയിലൂടെ ജനങ്ങളിലേക്കെത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ഒഴുകിയെത്തിയത്. നൂറിലേറെ കലാകാരന്മാരും കലാകാരികളുമാണ് പങ്കെടുത്തത്. ഇതിൽ കലാവിഷ്കരണം എന്നതിനപ്പുറം കാർഷിക സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളും എടുത്തുകാട്ടി. മാവില സമുദായത്തിന് മാത്രം അവകാശപ്പെട്ട എരുതുകളി പുതുതലമുറയ്ക്ക് അപൂർവ അനുഭവമാണ് പകരുന്നത്. എരുതുകളിയുടെ ഐതിഹ്യവും രസകരമാണ്. കാട് വെട്ടിത്തെളിച്ച് കുന്നിൻ പുറങ്ങളിൽ നെൽകൃഷി ചെയ്തു വന്ന പൂർവികർ ജന്മികളുടെ വയലുകളിൽ ജോലി ചെയ്തു വരുന്നതിനിടെ കാളകളെ വാങ്ങാൻ സുബ്രഹ്മണ്യത്തേക്ക് രണ്ടുപേരെ അയക്കുന്നു. കാളകളുമായി തിരിച്ചു വരും വഴി ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വഴിയിൽ വിശ്രമിച്ച ഇരുവരും ഉറക്കത്തിലേക്ക് വീണു. എഴുന്നേറ്റപ്പോൾ കാളകളെ കാണാനില്ല. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും പ്രയോജനമില്ലാതെ വന്നപ്പോൾ എല്ലാ വർഷവും എരുത് കെട്ടി ആടിക്കാമെന്ന് നേർച്ച നേർന്നു. പിന്നീട് കാളകളെ തിരിച്ചു കിട്ടിയതോടെ അവർ പറഞ്ഞ പോലെ പ്രവർത്തിച്ചു എന്നതാണ് എരുതുകളിയുടെ പുരാവൃത്തം. ഇതിൻ്റെ നേർസാക്ഷ്യമെന്നോണം കാളകളെ അണിയിച്ചൊരുക്കി എല്ലാ വീടുകളിലും കൊണ്ടുപോയി നൃത്തമാടുന്ന പതിവും ഉണ്ട്. എരുത് എന്ന വാക്കിനർത്ഥം വലിയ കാളയെന്നാണ്. ചെണ്ടയുടെയും ചിപ്പിലയുടെയും താളത്തിൽ അണിയിച്ചൊരുക്കിയ കാളയുടെ രൂപം ചുമന്ന് ചിലങ്ക കെട്ടിയവർ എടുത്താടുന്നു. കാർഷിക സംസ്കൃതിയും ഐശ്വര്യവും വരും കാലങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുമെന്ന പ്രാർത്ഥനയും എരുതുകളിയാടുന്നതിലൂടെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഒടുവിൽ കാളയെ പുലി പിടിക്കുന്ന ചടങ്ങോടുകൂടിയാണ് എരുതുകളി അവസാനിക്കുന്നത്. വളരെ രസകരമായ അവതരണമാണ് ഇവയ്ക്കുള്ളത്. ജനകൽസയിലൂടെ അരങ്ങേറിയ കലാപരിപാടികളിൽ ഊരുമൂപ്പന്മാർക്കും ഊരുമൂപ്പത്തിമാർക്കും സ്നേഹാദരം നൽകി ജില്ലയിലെ വിവിധ ഉന്നതികളിൽ നിന്നും തെരഞ്ഞെടുത്ത 22 ഊരുമൂപ്പത്തിമാരും 48 ഊരുമൂപ്പന്മാരും ഉൾപ്പെടെ 70 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ETV ഭാരത്, കാസർഗോഡ്.